നെക്സ്റ്റ് ചാപ്റ്റർ അസസ്മെൻറ്റ് ഓഫ് AOP ഓർ BOI ആണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇതിൻ്റെ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലൈബിലിറ്റി എന്നുള്ളതാണ്. ഒരു ചെറിയ ചാപ്റ്ററാണ്. അതിൽ AOP എന്താണ്, അല്ലെങ്കിൽ AOPയും BOI തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ തിയറി ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സെക്ഷൻ 184 PFAS എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഒരു കണ്ടീഷൻസ് 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിനെ നമ്മൾ AOP ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഫേംസിൻ്റെയൊക്കെ നമ്മൾ AOP ആയിട്ട് ട്രീറ്റ് ചെയ്യും. AOP എന്താണെന്നുള്ളത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ഇവിടെ പേഴ്സണിൻ്റെ അസോസിയേഷനായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. മീൻസ് നോർമലി ഉള്ള ഓരോ ഇപ്പോൾ 3 പേര് ചേർന്നിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അതേസമയം അസോസിയേഷൻ പേഴ്സൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ വരാം, അല്ലെങ്കിൽ 2 ഫേം ചേർന്നൊരു AOP നമുക്ക് ഫോം ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു കമ്പനിയും ഒരു ഫേമും ഒരു ഇൻഡിവിജ്വലും ചേർന്നിട്ട് നമുക്ക് വേണമെങ്കിൽ AOP ഫോം ചെയ്യാം. ഇപ്പം AOPയും BOIയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഒന്നിൽ ഇൻഡിവിജ്വൽ മാത്രമേ പറ്റുള്ളൂ, മറ്റേതിൽ പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും AOP സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കോമൺ ഒബ്ജക്റ്റീവോട് കൂടി അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടറിൻ്റെ പർപ്പസോട് കൂടി ആയിരിക്കണം AOP ആണെങ്കിലും BOI ആണെങ്കിലും നമ്മൾ ഫോം ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഇപ്പോൾ പ്രോബ്ലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, സാലറി, റെമ്യൂണറേഷൻ എന്നൊക്കെ പറയുന്നത് AOPൻ്റെ കേസിൽ ഫുള്ളി ഡിസലൗഡ് ആണ്. അത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 40B അഡ്ഹിയർ ചെയ്യുന്ന ഒരു ഫേമാണെന്നുണ്ടെങ്കിൽ അവിടെ റെമ്യൂണറേഷൻ ആ ഒരു പെർമിസിബിൾ ലിമിറ്റ് വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അതായത് ബുക്ക് പ്രോഫിറ്റിൻ്റെ മുകളിൽ നമ്മൾ പെർമിസിബിൾ ലിമിറ്റ് കണ്ടിട്ട് ആ പെർമിസിബിൾ ലിമിറ്റ് വരെ നമുക്ക് റെമ്യൂണറേഷൻ ഡിഡക്റ്റ് ചെയ്യാം. അതുപോലെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 12% വരെ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ടാക്സബിൾ അല്ല. അതിന് മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സബിളായിട്ട് മാറുന്നുള്ളൂ. പക്ഷേ AOPൻ്റെ കേസിൽ ഫുള്ളി ഡിസലൗഡ് ആണ്. എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിലും എത്ര റെമ്യൂണറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ളി ഡിസലൗഡ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ നമ്മൾ എൻറ്റയർ റെമ്യൂണറേഷനും ആഡ് ചെയ്യണം, എൻറ്റയർ ഇൻട്രസ്റ്റും ആഡ് ചെയ്യണം. അതല്ലാതെ എക്സസ് ആയിട്ടുള്ള 12%-ന് കൂടുതലുള്ള 3% ഒക്കെയാണ് ഡിസലൗഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ കേസിൽ. ഇവിടെ മൊത്തം ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതിൽ പിന്നെ എക്സംഷനോ ഡിഡക്ഷനോ ഒന്നും കിട്ടുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ അപ്പം AOPൻ്റെ കേസിലാണെങ്കിൽ AOP ഇൻട്രസ്റ്റ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ടാവും. അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ മുകളിൽ AOP മെമ്പേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ ഇൻട്രസ്റ്റ് ചിലപ്പം മെമ്പേഴ്സ് AOPക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതായത് മെമ്പർ AOPന്ന് ഒരു ലോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഒരു വിഡ്രോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മെമ്പേഴ്സും ചില കേസിൽ AOPക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. സോ അവിടെ ഇൻട്രസ്റ്റ് പെയ്ഡും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗിവൺ ബൈ മെമ്പറും ഉള്ള സമയത്ത് മെമ്പറും ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്, അതുപോലെ കമ്പനിയും ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. ആ കേസിൽ ഇഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കമ്പനി ഈസ് ലെസ് ദാൻ ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ മെമ്പർ, അതായത് മെമ്പർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 5,000 ആണ് മെമ്പർ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം കമ്പനി പേ ചെയ്യുന്നത് 1,000 ആണെന്ന് വിചാരിക്കാം. കമ്പനി മെമ്പർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 1,000 ആണ്. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ മെമ്പർ കമ്പനിയിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ട് 5,000 ആണെന്ന് വിചാരിക്കാം. ഇങ്ങനത്തെ കേസിൽ അവിടെ ഡിസലൗഡ് പോർഷനൊന്നും ഉണ്ടാവില്ല. കാരണം കമ്പനി 1000 കൊടുക്കേണ്ട 1000 കൊടുക്കുന്ന സമയത്ത് 5000 രൂപ മെമ്പർ തിരിച്ചിങ്ങോട്ട് തരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഈ ഒരു മെമ്പർ അടയ്ക്കുന്ന 4,000 എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൻ്റെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ഇൻകം നമ്മളുടെ AOPൻ്റെ ടാക്സബിൾ ഇൻകത്തിൻ്റെ പാർട്ടാണ്, ടാക്സബിൾ ആവുന്നുമുണ്ട്.
ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കേസ്. ഇഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കമ്പനി ഇസ് ലെസ് ദാൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ മെമ്പർ, ഡിഫറൻസ് എമൗണ്ട് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ബിസിനസ് ഇൻകം ആൻഡ് ഇറ്റ് ഈസ് ടാക്സബിൾ. ആൻഡ് ഇവിടെ ഡിസലൗഡ് പാർട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കമ്പനി ഇസ് മോർ ദാൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ മെമ്പർ. അതായത് മെമ്പർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് കമ്പനിയിലേക്ക് പേ ചെയ്യുന്നത് 5,000. അതേസമയം ഇൻട്രസ്റ്റ് ആയിട്ട് കമ്പനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ മെമ്പർക്ക് കൊടുക്കുന്നത് 10,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5,000 ആണ് മെമ്പർ പേ ചെയ്യുന്നത്, 10,000 ആണ് കമ്പനി കൊടുക്കുന്നത്. സോ അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ളൊരു 5,000, അതായത് 5,000 എക്സ്ട്രാ കമ്പനി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് എമൗണ്ട് 5,000 എക്സ്ട്രാ. ആ ഡിഫറൻസ് എമൗണ്ട് ഡിസലൗഡ് ആണ്. ഓക്കെ, നമ്മൾ 10,000 കൊടുക്കുന്നുണ്ട്, ഇവർ തിരിച്ച് 5,000 ആണ് തരുന്നത്. ആ ഡിഫറൻസ് എമൗണ്ട് 10,000 മൈനസ് 5,000 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കമ്പനി കൊടുക്കുന്ന 5,000 എന്ന് പറയുന്നത് ഡിസലൗഡ് പാർട്ടാണ്. അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുകയും വേണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. AOPൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഫേമിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സാലറി ഒഴികെയുള്ള 4 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും. ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, ദെൻ ക്യാപിറ്റൽ ഗെയിനും അതർ സോഴ്സും, ഈ 4 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ 2 തരത്തിലാണ്, അല്ലെങ്കിൽ 2 കേസസ് ആയിട്ടാണ് ഉണ്ടാവുക. ഒന്ന്, ഷെയർ ഓഫ് മെമ്പേഴ്സ് ഈസ് നോൺ. അതായത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണെന്നുണ്ടെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉള്ളതെന്ന് നമ്മളോട് പറയുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഷെയർ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഷെയർസ് ഓഫ് മെമ്പേഴ്സ് നോൺ ആണ്, അതേസമയം ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ എങ്കിലും ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2,50,000. അപ്പോൾ അതിലിപ്പോൾ 3 മെമ്പേഴ്സ് ഉണ്ട്. ആ 3 മെമ്പേഴ്സിൽ ഏതെങ്കിലും ഒരാളുടേതോ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ആളുകളുടെയോ ടോട്ടൽ ഇൻകം 2,50,000 എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അതും അവിടെ പറയുന്നുണ്ട് എക്സ്ക്ലൂഡിങ് ഷെയർ ഓഫ് AOP ആണ്. AOP എന്നുള്ള ഇൻകം കൂടാതെ ബാക്കി ഹെഡ്സ് ഓഫ് ഇൻകം, അതായത് പ്രോപ്പർട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനോ അതർ സോഴ്സിനോ അങ്ങനെ ഏതെങ്കിലും ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് 2,50,000 കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AOPൻ്റെ ടോട്ടൽ ഇൻകം ടാക്സ് ചെയ്യുന്നത് MMR റേറ്റിലായിരിക്കും, മാക്സിമം മാർജിനൽ റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യുന്നത് AOPൻ്റെ ടോട്ടൽ ഇൻകം. ഇപ്പോൾ AOPൻ്റെ ടോട്ടൽ ഇൻകം ഓർ ടാക്സ് ലയബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ അറിയണം, ഈ ഒരു മെമ്പേഴ്സിൻ്റെ ഇൻകം എത്രയാണെന്നുള്ളത് അറിയണം. അത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ഇൻകം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നോർമലി ചെയ്യുന്നത് പോലെ തന്നെ 3rd സെമ്മിലൊക്കെ ഇൻഡിവിജ്വലിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഡിവിജ്വലിൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ AOPൻ്റെ ടാക്സ് ലയബിലിറ്റി എത്ര എന്നുള്ളത് ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി അതിനോട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം, AOPൻ്റെ മെമ്പേഴ്സിൻ്റെ ഇൻകം എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫേമിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫേമിൽ നിന്ന് പാർട്ട്നേഴ്സിന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കേസാണെങ്കിലും എക്സംപ്റ്റഡ് ആണ്. ഇവിടെ AOPൻ്റെ കേസിൽ AOPയുടെ ടോട്ടൽ ഇൻകം MMRലാണ് ടാക്സ് ചെയ്തതെങ്കിൽ ഷെയർ ഓഫ് AOP ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് AOPന്ന് ഓരോ മെമ്പർക്കും കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകം എന്ന് പറയുന്നത് അവരുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസ് പറയുന്നത് ടോട്ടൽ ഇൻകം ഓഫ് എനി മെമ്പർ എക്സ്ക്ലൂഡിങ് ഷെയർ ഓഫ് AOP എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണെങ്കിൽ AOPയുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത് MMR റേറ്റിലായിരിക്കും. അതേസമയം മെമ്പേഴ്സിൻ്റെ ഇൻകത്തിനോട് കൂടെ ഈ ഒരു AOP എന്നുള്ള ഇൻകം ആഡ് ചെയ്യുകയും വേണം, ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ട് തന്നെ കാണിച്ചാൽ മതി. രണ്ടാമത്തെ ഒരു കേസ് വരുന്നത്, ഒരു മെമ്പറിൻ്റെയും ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലില്ല, അല്ലെങ്കിൽ എല്ലാവരുടേതും 2,50,000 കുറവാണ് ഇൻകം വരുന്നത്. 2-3 ആൾക്കാരുണ്ടെങ്കിൽ 3 പേരുടേതും 2,50,000 ബിലോ ആണ് ഇൻകം വരുന്നതെങ്കിൽ AOPൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റേറ്റിലാണ് നമ്മൾ
കാണുന്നത്. അതായത് അപ് ടു 2,50,000 നില്ല്, 2,50,000 to 5 lakh 5%, 5 to 10 20%, ദെൻ എബോവ് 20 ആണെന്നുണ്ടെങ്കിൽ 30% എന്നുള്ള ആ ഒരു ഇൻഡിവിജ്വൽ റേറ്റിലായിരിക്കും ടാക്സ് ലയബിലിറ്റി ഓഫ് AOP എന്ന് പറയുന്നത്. ഇനി മെമ്പേഴ്സിൻ്റെ ഇൻകം കാണുന്ന സമയത്ത്, ഫൈനലി ഇൻകം കാണുന്ന സമയത്ത് ഈ ഒരു കേസാണ് AOPൻ്റെ ഇൻകം ടാക്സ് ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ റേറ്റിലാണെന്നുണ്ടെങ്കിൽ, AOPയുടെ മെമ്പേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകത്തിനോട് കൂടെ ഷെയർ ഓഫ് AOP എന്ന് പറയുന്നതും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. AOP എന്നുള്ള അവരുടെ ഷെയർ ഓഫ് ഇൻകം അവരുടെ ടോട്ടൽ ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു എക്സംഷൻ എന്ന് പറയുന്നത് റിബേറ്റ് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. റിബേറ്റ് നോർമലി സെക്ഷൻ 87A നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അതായത് 5 lakh ബിലോ ഇൻകം വരുന്ന ഏതൊരാൾക്കും റിബേറ്റ് ക്ലെയിം ചെയ്യാം അണ്ടർ സെക്ഷൻ 87A. അവരുടെ എൻറ്റയർ ടാക്സ് ലയബിലിറ്റി നില്ലായിട്ട് മാറും. ഇത് കൂടാതെ അഡീഷണലായിട്ട് ഈ ഒരു കേസിൽ വരുന്ന റിബേറ്റാണ് 86 എന്ന് പറയുന്നത്. അത് തിയറി ആയിട്ടും പഠിച്ചു വയ്ക്കണം. ഈ 86 അപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് കേസിലാണ്. അതായത് നൺ ഓഫ് ദ മെമ്പർ ഓഫ് AOP ടോട്ടൽ ഇൻകം എക്സീഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ആൻഡ് ആ കേസിൽ ഇൻഡിവിജ്വൽ റേറ്റിലാണ് AOPൻ്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. ആ കേസിൽ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകത്തിനോട് കൂടെ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന്ന് അവർക്കൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റിബേറ്റ് കൊടുക്കുന്നത് അറ്റ് ആവറേജ് റേറ്റ്. അവിടെ ആവറേജ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 എന്നുള്ള രീതിയിലാണ്. ഇത് തിയറി ആയിട്ട് ഇങ്ങനെ പഠിച്ച് വെക്കുക. അതിൻ്റെ പ്രോബ്ലം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 കേസാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഇത് കണക്റ്റഡ് ആയിട്ട് പഠിച്ചാൽ ഒറ്റ ഇതിൽ തന്നെ തീരും. ഇവിടെ തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് 86 എന്ന് പറയുന്ന ആ സെക്ഷൻ എന്താണെന്നുള്ളതാണ്. 86 എന്ന് പറയുന്നത് റിബേറ്റ് ആണ്. ഏത് കേസിൽ? ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ടോട്ടൽ ഇൻകം ഓഫ് മെമ്പേഴ്സിനോട് കൂടെ ആഡ് ചെയ്യുന്ന കേസിൽ അവർക്ക് റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ കിട്ടുന്നതാണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 എന്ന് പറയുന്നത്. അവിടെ 86 ആവറേജ് റേറ്റിലാണ് അവർക്ക് എന്ത് വരുന്നത്, ആ ഒരു റിബേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവരുടെ ടാക്സ് ലയബിലിറ്റിയിൽ ആ റിബേറ്റ് നമുക്ക് ലെസ് ചെയ്യുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഷെയർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അൺനോൺ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആവുന്ന കേസിൽ നമുക്ക് 2 കേസാണ് നോക്കേണ്ടത്. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഇൻകം എങ്കിലും എക്സംപ്റ്റഡ് ലിമിറ്റിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ AOP നമ്മൾ MMRലാണ് ടാക്സ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ ഷെയർ ഓഫ് മെമ്പേഴ്സ് തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലാണ് പറയുന്നത്. അതായത് 2:2:1 എന്നുള്ള ആ ഒരു റേഷ്യോ ക്വസ്റ്റ്യനിൽ തരാത്ത സിറ്റുവേഷൻ. അവിടെ മെമ്പേഴ്സിൻ്റെ ഇൻകം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഇൻകം എങ്കിലും എക്സംപ്ഷൻ ലിമിറ്റിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ AOP ടാക്സ് ചെയ്യുന്നത് MMRലാണ്. നേരത്തെ ഫസ്റ്റ് കേസിൽ പറഞ്ഞ അതുപോലെ തന്നെ. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഇഫ് എനി മെമ്പർ ടാക്സ്ഡ് അറ്റ് റേറ്റ് ഹയർ ദാൻ MMR, അതായത് MMRനേക്കാൾ കൂടിയ റേറ്റിൽ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഇൻകം വരികയാണ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ ഷെയർ ഓഫ് ഇൻകം ഓഫ് സച്ച് മെമ്പർ ടാക്സ്ഡ് അറ്റ് സച്ച് ഹയർ റേറ്റ് ആൻഡ് ബാലൻസ് ടാക്സ്ഡ് അറ്റ് MMR. AOPയുടെ ഇൻകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ AOPയുടെ ഇൻകത്തിൽ ആ ഒരു പെർട്ടിക്കുലർ മെമ്പറിൻ്റെ ഇൻകം എത്രയാണോ അത് നമ്മൾ ആ ഒരു റേറ്റിൽ തന്നെ MMRനേക്കാൾ ഹയർ റേറ്റിൽ തന്നെ ടാക്സ് ചെയ്യും. ബാലൻസ് എമൗണ്ട് MMRലും ടാക്സ് ചെയ്യും. ഇത് ഈ ഒരു തിയറി പർപ്പസിന് പഠിച്ചാൽ മതി. ഇതിന് പ്രോബ്ലം അങ്ങനെ വരാറില്ല. ദെൻ ലാസ്റ്റ് ഇതിൻ്റെ സർചാർജും കൂടിയാണുള്ളത്. സർചാർജിൻ്റെ റേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ് ടു 50 lakh വരെയാണ് ഇൻകം വരുന്നതെങ്കിൽ സർചാർജ് ഇല്ല. 50 lakh to 1 crore 10% ആണ്. ആൻഡ് 5 crore എബോവ് ആവുന്ന സമയത്ത് 37% വരെ മാക്സിമം സർചാർജ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു തിയറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒറ്റൊരു പ്രോബ്ലം കൂടെ പറഞ്ഞുതരാം.